ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാനുള്ളത് ബി.ജെ.പിക്കും അവരുടെ മുന്നണിക്കും മാത്രമാണല്ലോ. അതുകൊണ്ട് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ മോദി തന്നെ സർക്കാരുണ്ടാക്കും. ബി.ജെ.പിയുടെ പ്ലാൻ ബി അതാണ്. 80 ലോക്സഭാ അംഗങ്ങളുള്ള യു.പിയിൽ പോലും രാജ്യത്തെ ബഹുഭൂരിപക്ഷം സീറ്റുകളും 2009 തൂത്തുവാരിയിരുന്നത് ബി.ജെ.പി സഖ്യമാണ്. പ്രതിപക്ഷ പാർട്ടികളിൽ കോൺഗ്രസ് 52 സീറ്റ് നേടിയപ്പോൾ DMK മത്സരിച്ച 24 സീറ്റുകളിലും വിജയം അവർക്കൊപ്പമായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റുകളും സമാജ്വാദി പാർട്ടിക്ക് 5 സീറ്റുകളുമാണ് ആ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. ഇടതു പാർട്ടികൾക്കും NCPക്കും 5 സീറ്റുകൾ വീതവും JMM AAP പാർട്ടികൾക്ക് ഓരോ സീറ്റുകളുമാണ് 2009 ലഭിച്ചിരുന്നത്. മറ്റു പ്രധാന പ്രതിപക്ഷ പാർട്ടികളായ YSR കോൺഗ്രസും ബിജു ജനതാദൾ നിലവിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമല്ല. ഈ 2 പാർട്ടികൾ നേട്ടമുണ്ടാക്കിയാലും അത് ബി.ജെ.പിയുടെ അക്കൗണ്ടിലേക്ക് പോകാനായിരുന്നു സാധ്യത. ശിവസേനയിലെ പിളർപ്പോടെ ഈ വിഭാഗത്തിന്റെ പിന്തുണയും മോദി സർക്കാരിനാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഇതുവരെയുള്ള അവസ്ഥ. എന്നാൽ 2024 തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ ചിത്രം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്. പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം വന്നതാണ് ബി.ജെ.പിക്ക് വെല്ലുവിളിയായത്. NDA ഘടക കക്ഷികളിൽ JDU കഴിഞ്ഞ തവണ മത്സരിച്ച 17 സീറ്റുകളിലും 16 സീറ്റുകൾ നേടി. എന്നാൽ JDU ഇത്തവണ വലിയ തിരിച്ചടിയാണ് നേരിടാൻ പോകുന്നത്. ഇതുൾപ്പെടെ ബീഹാറിലെ 40 സീറ്റുകളിൽ 39 സീറ്റിലും കഴിഞ്ഞ തവണ വിജയിച്ച ബി.ജെ.പി മുന്നണിക്ക് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ തവണ നേടിയ 18 സീറ്റുകൾ നിലനിർത്താനും പുതിയ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് കഴിയില്ല. 48 അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന മഹാരാഷ്ട്രയിലും ഇന്ത്യ മുന്നണി ഏറെ ശക്തമാണ്. 80 ലോക്സഭാ സീറ്റുകളുള്ള UP കഴിഞ്ഞ തവണ ബി.ജെ.പി സഖ്യം തൂത്തുവാരിയെങ്കിലും ഇന്ത്യ സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിക്കിടെ ഇത്തവണ എത്രമാത്രം ആ വിജയം തുടരാൻ കഴിയുമെന്നതും കണ്ടറിയണം. രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലും ബി.ജെ.പി തരംഗമാണ് കഴിഞ്ഞ തവണ ആഞ്ഞടിച്ചത്. ഇതിൽ ഏതാനും സീറ്റുകളിൽ അട്ടിമറി വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞാൽ പോലും അത് വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ AAP ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ നേടിയ 5 സീറ്റുകളിൽ നിന്നും വലിയ മുന്നേറ്റം ഇടതു പാർട്ടികളും ഇത്തവണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കേരളം, പശ്ചിമ ബംഗാൾ, ബീഹാർ, രാജസ്ഥാൻ, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. കേരളത്തിൽ സീറ്റുകൾ കുറഞ്ഞാലും കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയും. മഹാരാഷ്ട്ര ശിവസേന ഉദ്ധവ് വിഭാഗം കരുത്ത് തെളിയിക്കും. ബീഹാറിൽ RJDക്ക് ഒപ്പം ഇടതു പാർട്ടികളും വലിയ നേട്ടം കൊയ്യും. തമിഴകത്തും ഇന്ത്യ സഖ്യം തൂത്തുവാരാനാണ് സാധ്യത. ഇത്തരമൊരു റിസൾട്ടിനുള്ള സാധ്യത ബി.ജെ.പി നേതൃത്വത്തിന്റെ ചങ്കിടിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റാൻ കാരണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 400 സീറ്റിനു മുകളിൽ എന്ന മോദിയുടെ സ്വപ്നം എന്തായാലും നടക്കില്ല. അപ്പോഴും പക്ഷേ ബി.ജെ.പിയെ നിസ്സാരമായി കാണാനും കഴിയില്ല. അവരെന്തായാലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന കാര്യം ഉറപ്പാണ്. ആർക്കും കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യം വന്നാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയുടെ നേതാവിനെ സർക്കാരുണ്ടാക്കാൻ വിളിക്കണമെന്ന നിർദ്ദേശമാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. രാഷ്ട്രപതിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെങ്കിലും ബി.ജെ.പിക്കെതിരെ ഒരു നിലപാട് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയില്ല. അവിടെയാണ് ബി.ജെ.പിയുടെ പ്ലാൻ ബിക്കും തുടക്കമാകുക. അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളെ അടർത്തിയെടുക്കാൻ പരമാവധി ശ്രമങ്ങൾ ബി.ജെ.പി നടത്തും. ഒരു തിരഞ്ഞെടുപ്പ് മുന്നണി മാത്രമാണ് ഇന്ത്യ മുന്നണി എന്നതിനാൽ ഇതിലെ ഘടകകക്ഷികളിൽ പലതിനെയും അടർത്തിയെടുക്കാൻ ബി.ജെ.പി വിചാരിച്ചാൽ സാധിച്ചേക്കും. ഇടതുപക്ഷ പാർട്ടികൾ ഒഴികെ രാജ്യത്തെ മറ്റൊരു പാർട്ടിയിലും പ്രത്യയശാസ്ത്രപരമായ എതിർപ്പുകൾ ബി.ജെ.പിയോട് കാണിക്കാത്തവരാണ്. കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് തന്നെ ഇതിനൊരു ഉദാഹരണമാണ്. തൃണമൂൽ കോൺഗ്രസിനും DMKയ്ക്കും രാജ്യത്തെ ആദ്യ ബി.ജെ.പി മന്ത്രിസഭയിൽ അംഗമായ ഒരു ഭൂതകാലവുമുണ്ട്. NCP നേതാവ് ശരത് പവാറിനും ബി.ജെ.പി വിലപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഉദ്ധവ് താക്കറെയുമായുള്ള ഭിന്നത ഒഴിവാക്കാൻ മോദിയുടെ ഒരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ ശിവസേന ഷിൻഡെ വിഭാഗത്തെ NDAയിൽ നിന്നും പുറത്താക്കാൻ വരെ മോദി തയ്യാറായാലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇതിനുള്ള സാധ്യത കൂടി മുൻനിർത്തിയാണ് പ്ലാൻ ബി ബി.ജെ.പി ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്.